സോ വി ഹാവ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. അതിനുള്ള ന്യൂമോണിക്സ് ആണ് ലൈക്ക് അവോയ്ഡ് എന്നുള്ള ഒരു വേർഡ് ആലോചിക്കുക. ഓക്കെ, സോ അവോയ്ഡ് റിസ്ക് ഫാക്ടേഴ്സ് ബിഫോർ ദേ അപ്പിയർ. അങ്ങനെയാണ് നമ്മൾ അവോയ്ഡ് എന്നുള്ള ഒരു വേർഡ് നമുക്ക് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സെക്കൻഡ് വൺ നമുക്കറിയാം പ്രൈമറി പ്രിവെൻഷൻ അല്ലെ. അതിന് PHI എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, PHI ആണ് അടുത്തത് വരുന്നത്. അപ്പം PHI എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ. മൂന്നാമത്തെന്ന് പറയുന്നത് സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. ഇതിൽ നമ്മൾ ഡിറ്റക്ട് എന്നുള്ളത് ആലോചിച്ചാൽ മതി. കാരണം എന്താണ്, നമ്മൾ ഇതിൽ നടക്കുന്നത് എന്താണ്, ഡിറ്റക്ട് ഏർലി, ട്രീറ്റ് ഏർലി. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിന് ഏറ്റവും പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് അതിൽ വരുന്നത്. ക്ലിയർ ആയോ? ഇനി വരുന്നതാണ് ടെറിഷറി പ്രിവെൻഷൻ. ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവി RRR ആലോചിച്ചാൽ മതി. അപ്പം ആ ഒരു ലെവലിൽ എത്തുമ്പോഴത്തേക്കും നമുക്കറിയാം ടെറിഷറി ആണ് അല്ലെ. ടെറിഷറിയിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി അങ്ങോട്ട് ഫർദർ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ പറ്റുള്ളൂ. കാരണം ഫർദർ നമുക്ക് കംപ്ലീറ്റ്ലി അതൊന്ന് മാറാൻ പറ്റില്ല അസുഖം. അപ്പം റെഡ്യൂസ്, റീഹാബിലിറ്റേറ്റ്, റീഇൻഫോഴ്സ് എന്നാണ് RRR. എന്തൊക്കെയാണ്? റെഡ്യൂസ്, റീഹാബിലിറ്റേറ്റ് ആൻഡ് റീഇൻഫോഴ്സ്.